നമസ്കാരം. ഇന്ന് നമ്മളെ ടോപ്പിക് എന്താ വെച്ചാൽ ബാത്ത് ടബുകളും സ്വിമ്മിങ് പൂളുകളാണ്. അപ്പോൾ പലപ്പോഴും ഒരു വീട് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം പൈസയുള്ള ഒരാളെ ആഗ്രഹമാണ് ഒരു ബാത്ത് ടബ്. നമുക്കറിയാമല്ലോ, ബാത്ത് ടബ് വെക്കും. ഒരു ബാത്ത് ടബ് വേണമെങ്കിൽ എനിക്ക് കുളിക്കാനാണ്, എല്ലാ ബാത്റൂമിലായിക്കോട്ടെ ബാത്ത് ടബ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ബാത്ത് ടബ് പോയി കാണും, ബാത്ത് ടബ് വെക്കും. ഇതും കൂടെ കുറച്ചും കൂടി പൈസ ഉണ്ടെങ്കിൽ, കുറച്ചും കൂടി ലോൺ എടുക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളൊരു സ്വിമ്മിംഗ് പൂളിനെ കുറിച്ച് അറിയിക്കും. അപ്പോൾ റെഡിമെയ്ഡ് സ്വിമ്മിംഗ് പൂളുണ്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ലാബൊക്കെ അടിച്ച് സ്വിമ്മിംഗ് പൂളിലാക്കും. ഈ ടബിലാണെങ്കിലും സ്വിമ്മിംഗ് പൂളിലാണെങ്കിലും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരിക്കലും കുളിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഈ ടബിൽ ഭയങ്കര അപകടമാണ്. ഈ ടബ് കയറി കുളിക്കുകയും ടബ് കയറി ബാക്ക് കഴുകുകയൊക്കെ ചെയ്താൽ, ടബ് കയറി കുളിക്കുമ്പോഴൊക്കെ അതിൽ നമ്മൾ ഈ സോപ്പ് എണ്ണയൊക്കെ ധാരാളം ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ടബിൽ നിന്ന് ചിലപ്പോൾ സ്ലിപ്പർ അടിച്ച് ടമാർ പടാന്ന് അടിച്ച് വീഴും. അപ്പോൾ ഈ ടബിൽ അടിച്ച് വീണ് കഴിഞ്ഞാൽ ടബിൻ്റെ ബാക്കിൽ മിക്സറുണ്ട്, അത് നമ്മളെ മെഡിലോ ബ്ലോങ്കറ്റിനെ മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്ത് ജലസമാധിയായി പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് സിനിമാ നടികൾ, പോപ്പ് താരങ്ങളൊക്കെ വെള്ളമടിച്ച് വെള്ളത്തിൽ വീണ് മരിച്ച കുറേ കഥ നമുക്കറിയാം. അപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള അപകടങ്ങൾ സ്വന്തം വീട്ടിലേക്ക് എത്തിക്കാതിരിക്കുക. ഒരു ബാത്ത് ടബ് കുളിക്കാൻ തോന്നിയാൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂൾ, ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫണ്ടും ഉണ്ടാവും. ഉണ്ടാക്കിയതെല്ലാം കഴിയുമ്പോഴേക്കും ബിസിനസ്സൊക്കെ പുട്ടുക, അല്ലെങ്കിൽ അറബി എടുത്തിട്ട് കൊണ്ട് നാട്ടിലേക്ക് ഇടുക, അല്ലെങ്കിൽ ബിസിനസ് പൊട്ടി പോവുക, അങ്ങനെയൊക്കെയാണല്ലോ സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങൾ. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അത് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലേ, അതൊരു പായലൊടിച്ച പച്ചക്കുളമായി മാറും. അപ്പോൾ അത്തരത്തിലുള്ള പച്ചക്കുളങ്ങൾ ആവശ്യമുണ്ടാവും. ഇപ്പോൾ ധാരാളം സ്വിമ്മിംഗ് പൂളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഒരു സ്വിമ്മിംഗ് പൂളിൽ പോകണമെങ്കിലും ഒരു ടബ് പോകണമെങ്കിലും ഒരു 5000 രൂപയോ 8000 രൂപയോ 6000 രൂപയോ ചിലവാക്കിയാൽ നമുക്കൊരു ഹോട്ടലിൽ പോയി താമസിച്ച് സ്വിമ്മ് ചെയ്യുകയും സ്വിമ്മിംഗ് പൂളിൽ കിടക്കുകയും ബാത്ത് ടബ് കിടക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും. എല്ലാ ദിവസവും ബാത്ത് ടബ് കുളിച്ച് പോകുന്ന ഒരു ഇന്ത്യക്കാരനും ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടേ തന്നെ പരമ മടിയനും ഒരു പണിയില്ലാത്തവനായിരിക്കണം. ഒരു പണിയില്ലാത്തവനും ഒരു പണിയാവും ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നത്. അതുകൊണ്ട് അവൻ കുളിക്കാൻ നിൽക്കില്ല. അപ്പോൾ അതിനെക്കൊണ്ട് ഈ സ്വിമ്മ് ചെയ്യുന്നൊക്കെ ഒരു ആവേശം 5-6 ദിവസം അല്ലെങ്കിൽ 5-6 കൊല്ലമൊക്കെ ഉണ്ടാവും. ചിലർ 15, 20, 30 കൊല്ലം ചെയ്യും കേട്ടോ. വേറെ കാര്യം, എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കിയ വീടുകൾ പോകുമ്പോൾ ആരും കുളിക്കലുണ്ടോ? ഇല്ലപ്പാ, കുട്ടികൾ വരുമ്പോൾ ഒന്നും ഇങ്ങനെ അതിൽ കുട്ടികൾ വന്നാലും വന്നില്ലെങ്കിലും അതിന് മുകളിൽ 1000-കണക്കിന് രൂപേൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങൾ, ഇത്തരത്തിലുള്ള അനാവശ്യമായ ഡിസൈനുകളൊക്കെ നമ്മുടെ വീട്ടിൽ വേണം. നമ്മുടെ ടബ്ബുകൾ, നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ടബിലോട് മരിച്ചിട്ടുണ്ട്. പല വീട്ടിൽ നിന്നും ടബ് എടുത്ത് പൊളിച്ച് വലിച്ചിട്ടുണ്ട് ഈ അപകടം കാരണം. അപ്പോൾ ഒരുപാട് അത്തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം അത് ഒരു ഹോട്ടലിലോ റിസോർട്ടിലോ പോയി 1-2 ദിവസം എൻജോയ് ചെയ്ത് വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു 10-ൽ 100-ൽ 1% പണം പോലും ചിലവാക്കേണ്ട ആവശ്യമില്ല. യാതൊരു അപകടകരവുമില്ല, മെയിൻ്റെനൻസ് ഇല്ല, ഒരു പ്രശ്നവുമില്ല, എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം വീടുണ്ടാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ആലോചിക്കും.